എല്ലാവരെയും ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിംഗിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിരുവചനം നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ ബെന്നി മുക്കൂട്ടുതറ. കർത്താവിൻ്റെ ദാസനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ പ്രയർ ലൈനിലേക്ക് ഞാൻ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുന്ന സമയത്ത് ദയവായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ ദാസന് ഒരു സ്വതന്ത്ര ശുശ്രൂഷയാണ്. ചർച്ചായിട്ടില്ല. തന്നെ ക്ഷണിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയും അങ്ങനെ സ്വന്തമായി തന്നെ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപ് ജൈറ മിനിസ്ട്രി പ്രയറിൽ കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിച്ചിരുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രയർ ലൈനിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ആയിരിക്കുന്നതിൽ വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസന് അടുത്ത 40 മിനിറ്റ് ഉണ്ട്. കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. കേൾക്കാമോ? കേൾക്കാം. ദൈവത്തിന്റെ തിരുനാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഷിക്കാഗോ പ്രയർ ലൈനിൽ ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബഹുമാനിയ കൃതദാസൻ സനീഷ് ഡേ കരിങ്ങാട്ടൻ അവറുകൾ, മറ്റ് ക്രിസ്തുവിൽ പ്രിയരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദിവസങ്ങളിലൊക്കെ പൂർണ്ണമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രയർ ലൈനിൽ വ്യത്യസ്തമായ പ്രിയപ്പെട്ട വ്യത്യസ്തമായ ഇടത്തുനിന്നും വ്യത്യസ്തമായ സമയത്തുനിന്നും ഒരേ ആത്മാവിൽ പ്രവേശിക്കുകയും ദൈവ ശബ്ദവും ദൈവാലോചന കേൾക്കുകയും പ്രാർത്ഥിക്കുകയും അത് അനുഗ്രഹമായി തിരികെ ചെയ്യുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ കർത്താവ് ചെയ്യട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വേഗത്തിൽ ദൈവ വചനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ഐസയ്യ 43:6. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. വളരെ ഉചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചു കേട്ടത്. ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. വളരെ പരിചിതമായ ഈ വേദഭാഗം അന്ത്യകാല സമയത്ത് ഇസ്രായേൽ ജനത്തെ ലോക രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ചാണ് ആ വാക്യം വായിക്കുന്നത്. ഞാൻ വടക്കിനോട് തരികയെന്നും വടക്കേ രാജ്യം തെക്കേ രാജ്യം എന്ന് തുടങ്ങിയ വ്യത്യസ്തമായ രാജ്യങ്ങളോട് ദൈവം കൽപ്പിക്കുന്ന, ദൈവം ഇടപെടുന്ന ഒരു വാക്യമാണ് അത് കാണാൻ കഴിയുന്നത്. ഞാൻ പ്രാരംഭത്തിൽ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നു: ദൈവം ഒരു പദ്ധതി ഇട്ടാൽ, ദൈവം ഒരു പ്ലാൻ ഇട്ടാൽ, ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് വേണ്ടി ഉണ്ടാകും എന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ ഈ ഭാഗം പറയുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ഉള്ളിൽ നൽകുന്ന ചില വചന വെളിപ്പാടിലേക്ക് പ്രവേശിപ്പാനായി കർത്താവിൽ പ്രാരംഭത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, മർക്കോസ് വിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിനകത്ത്, മർക്കോസ് സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യത്തിനകത്ത് നമുക്കറിയാം, അവിടെ ഒരു സംഭവം നമുക്കറിയാം. പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് യേശു ആ വാക്ക്
കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, കുഞ്ഞ് രക്ഷപ്പെടും എന്ന് പറഞ്ഞു എന്നൊരു വാക്ക് ചില സുവിശേഷ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവത്തെ കാണാനായി കഴിയുന്നുണ്ട്. നമുക്കറിയാം, ഈ യായിറൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ ചെന്ന്, എൻ്റെ കുഞ്ഞുമകൾ സൗഖ്യമില്ലാതെ കിടക്കുന്നു, നീ അങ്ങ് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞ് യേശുവിനെ ക്ഷണിക്കുമ്പോൾ, യേശുവുമായി ആ വ്യക്തി പൽപ്രമാണി ആ വീട്ടിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ 5-ാം അധ്യായത്തിൽ 12 വർഷമായി രക്തസ്രവമുള്ള സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് തൊങ്കൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച ഒരു വിഷയം നമുക്കറിയാം. ആദ്യം ദൈവത്തിന് യേശുവിന്റെ അടുക്കലേക്ക് വിഷയത്തെ ലൂക്കോസ് വിശേഷം 8-ാം അധ്യായം 8 വാക്യം, ലൂക്കോസ് വിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, കുഞ്ഞ് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. മർക്കോസ് വിശേഷം 5-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവുമായിട്ട് ഈ യായിറൂസ് തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇടയിൽ ഒരു സ്ത്രീ കയറി സൗഖ്യം പ്രാപിക്കുന്ന ഒരു ചരിത്രം മർക്കോസ് വിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ആദ്യം വാസ്തവത്തിൽ ആപ്ലിക്കേഷൻ കൊടുത്തത്, ആദ്യം വിഷയം സബ്മിറ്റ് ചെയ്തത്, ആദ്യം വിഷയം അവതരിക്കപ്പെട്ടത് യായിറൂസ് ആണ്. എന്നാൽ വരുന്ന വഴിയിൽ ഒരു സ്ത്രീ യേശുവിനോട് പറയുന്ന, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് തന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടാൽ സൗഖ്യം വരും എന്ന് പറഞ്ഞ് താന് സൗഖ്യം പ്രാപിച്ച ഒരു ചരിത്രം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് 5:25 എന്നാൽ താഴേക്ക് വരുമ്പോൾ യേശു കർത്താവുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ ഒരാൾ വന്ന് പറയുന്നു, കുഞ്ഞ് മരിച്ചുപോയി, അസംഖ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെയാണ് പറയുന്നത്, യേശു ചിലപ്പോൾ എന്നല്ല, യേശു നമുക്ക് വേണ്ടി ഇടപെടുന്ന, യേശു നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമുക്ക് പോലും അസാധ്യമെന്ന് തോന്നുന്ന വിഷയത്തിന്മേൽ ദൈവം ഇടപെടും എന്ന ഒരു വാക്കാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യേശു പറയുന്ന വാക്ക്, യേശു ആ വാക്ക് കാര്യമാക്കാതെ പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, കുഞ്ഞ് രക്ഷപ്പെടും. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, കുഞ്ഞ് രക്ഷപ്പെടും. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, രക്ഷപ്പെടും. വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, രക്ഷപ്പെടും. ഈ വാക്ക് ഞാൻ പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം നമുക്ക് 20-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 20 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, വളരെ നാളുകളായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാൻ കഴിയാതെ വല്ലാത്ത കാറ്റും അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെടുമെന്നുള്ള, സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും നഷ്ടമായി. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ചില ദൂതുകളുണ്ട്. രക്ഷപ്പെടുമെന്നുള്ള ചില ആശ നഷ്ടപ്പെട്ട ചിലർ ഇതിനകത്തുണ്ടാകാം. നമ്മളെല്ലാം മനുഷ്യരാണ്. ഭാരപ്പെട്ടു പോകുന്ന, പ്രയാസപ്പെട്ടു പോകുന്ന, അധൈര്യപ്പെട്ടു പോകുന്ന, പേടിച്ചു പോകുന്ന, ഭയപ്പെട്ടു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, 850 പേരെ ഫേസ് ടു ഫേസ് ആയി അഭിമുഖമായി തകർത്ത ഒരു മനുഷ്യനാണ് ഏലിയാവ്. എന്നുള്ള സ്ത്രീയുടെ ഇൻഡയറക്റ്റ് ഭീഷണിയിൽ താൻ അധൈര്യപ്പെട്ടു പോയി, പേടിച്ചു പോയി. താൻ പറഞ്ഞു, മരിച്ചാൽ മതി യഹോവേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ തണലിൽ നാം കിടക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച്
നാം മനുഷ്യരാണ്. ദൈവവചനം നമ്മെപ്പറ്റി പറയുന്നത് നാം പൊടിയാണ് എന്നുള്ളതാണ്. നോക്കുക, ഞാൻ ഈ വാക്ക് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഈ സെക്ഷനിൽ സംസാരിക്കാനുള്ളത് ഇങ്ങനെയാണ്: നമുക്ക് വേണ്ടി ദൈവം സംസാരിക്കും, ദൈവം നമുക്ക് വേണ്ടി ഇടപെടും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. മർക്കോസ് 5:35 ആസ്പദമാക്കി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. യേശു പറയുന്ന വാക്കുണ്ട്, ആ വാക്ക് കാര്യമാക്കാതെ യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ലൂക്കോസ് 8 വായിച്ചത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, കുഞ്ഞ് രക്ഷപ്പെടും. ഞാൻ ഒരിക്കൽ കൂടി പുറകിലേക്ക് മടങ്ങി വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 25-ാം വാക്യത്തിനകത്ത് ഇളകിയാടുന്ന കപ്പൽ, ഇളകുന്ന ജനം, ഇളകുന്ന തിരമാലയുടെ നടുവിൽ ഇളകാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ആണ്. ഇളകാതെ നിൽക്കുന്നത് ഒരു ദൈവ ശബ്ദം കേട്ടിട്ടുള്ള, ദൈവ ആലോചന കേട്ടിട്ടുള്ള, ആമേ സ്തോത്രം, ഒരു വ്യക്തി ഇളകാതെ നിൽക്കുകയാണ്. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ആമേ, നാം ഇളകാതെ നിൽക്കുക, നാം അധൈര്യപ്പെടാതെ നിൽക്കുക, നാം ഭയപ്പെടാതെ നിൽക്കുക, നാം ഉറച്ച് നിൽക്കുക. നമുക്കറിയാം, മോശയുടെ കാലശേഷം യോശുവയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ യോശുവയോട് പറയുന്ന ഒരു കാര്യം, നീ ആയുധമെടുത്തുകൊള്ളണം, കുന്തമെടുത്തുകൊള്ളണം എന്നൊന്നുമല്ല. തനിക്ക് കൊടുക്കുന്ന വാക്തത്വങ്ങളിൽ പ്രധാനമായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, 9-ാം വാക്യം, 11-ാം വാക്യം കൊടുത്തിരിക്കുന്നത് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ 7-ാം വാക്യം വായിക്കുന്നു. 9-ാം വാക്യത്തിനകത്ത് പറയുന്നു നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ പറയുന്നു. 11-ാം വാക്യത്തിൽ പറയുന്നു നമ്മ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. ആമേൻ, സ്തോത്രം. ആയുധങ്ങൾ കയ്യിലുള്ളപ്പോഴും ആലോചനകൾ കയ്യിലുള്ളപ്പോഴും ആമേൻ ഓർത്തുകൊള്ളണം, നാം അധൈര്യപ്പെട്ടു പോകാറുണ്ട്. അമ്മ ഒരിക്കൽ കൂടെ പറയുന്നു, ആലോചനകൾ നമ്മുടെ കയ്യിലുള്ളപ്പോഴും ആയുധങ്ങൾ കയ്യിലുള്ളപ്പോഴും നാം അധൈര്യപ്പെട്ടു പോകാറുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ദൂതൻ പറയുന്നൊരു വാക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, സ്തോത്രം, ആറാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സ്തോത്രം. അതിന്റെ താഴേക്ക് വരുമ്പോൾ പറയുന്ന ഒരു ഭാഗമുണ്ട്, സ്തോത്രം. റെഫറൻസ് ഞാൻ ഓർക്കുന്നില്ല. പറയുന്നത്, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പൂരിയും കൂടെ കൂട്ടി, പേടിയാണെങ്കിൽ 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യമാണ്. 7-ാം അധ്യായം 9-ാം വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചു, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ കൂട്ടുക. നോക്കുക, നിനക്ക് പേടിയാണെങ്കിൽ പൂരയും കൂടെ കൂട്ടുക. ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചന വ്യക്തമായി വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം ചിലത് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം ചിലത് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. നാം എന്തു ചെയ്യണം, നാം എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിഞ്ഞ് അതാത് സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. നോക്കുക, വീണ്ടും ഞാൻ മടങ്ങി വരുന്നു മർക്കോസ് 5-ലേക്ക്. അവിടെ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. അവിടെ ന്യായമായ ഒരു ചോദ്യം നമുക്കുണ്ട്. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കത്തക്ക നിലയിൽ എന്താണ് അവിടെ കാര്യമുള്ളത്? ഒന്ന്, നീ എന്നോട് പറഞ്ഞിട്ടുള്ള, യായിറോസേ, നീ എന്നോട് പറഞ്ഞിട്ടുള്ള നിന്റെ തലമുറയുടെ വിഷയത്തിന്റെ മേൽ ഒരത്ഭുതം നടക്കുമെന്ന് നീ വിശ്വസിച്ചാൽ, നിന്റെ തലമുറയിൽ ഒരത്ഭുതം നടക്കുമെന്ന് നീ വിശ്വസിച്ചാൽ. 2, നീ എന്താണ് നീ വിശ്വസിക്കേണ്ടത്? നമ്മൾ വരുന്ന വഴിയിൽ ഒരു സ്ത്രീക്ക് ഞാൻ അത്ഭുതം ചെയ്തൊരു പ്രവൃത്തി ഞാൻ നിന്നെ കാണിച്ചല്ലോ, അതുപോലൊരു പ്രവൃത്തി എൻ്റെ തലമുറയിലും വെളിപ്പെടുമെന്ന് വിശ്വസിച്ചാൽ. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന
ഒരു ഭാഗം ഇങ്ങനെ, പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് യേശുവിൻ്റെ ശരീരവുമായി ഇറങ്ങി വന്ന് യേശു നമ്മളുമായി സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസത്താൽ യേശു നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന, നാം യേശുവിനോടുകൂടി സഞ്ചരിക്കുന്ന വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ, വേദവചനം കേൾക്കുമ്പോൾ, യേശു കർത്താവ് നമ്മളോട് കൂടെ സഞ്ചരിക്കുന്ന, നമ്മളോടുകൂടെ നടക്കുന്ന, നമ്മളോടുകൂടെ ഇരിക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന ഒരനുഭവം ഒക്കെ നമുക്ക് വാസ്തവത്തിൽ രുചിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ഉറപ്പായ ഒരു ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ്: വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നോക്കുക, ഞാൻ പറഞ്ഞല്ലോ, യേശു അവിടെ കൽപ്പിച്ചത് കണ്ടോ, യേശു പറയുന്നത് കണ്ടോ, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം. നാം പതറിപ്പോകുന്ന, നാം പാറിപ്പോകുന്ന, നാം അധൈര്യപ്പെട്ടു പോകുന്ന വിഷയത്തിന് നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ചാടി വീഴും. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. വേദപുസ്തകത്തിനകത്ത് 100 കണക്കിന് തെളിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് എന്നൊരു കാര്യം നാം ഇന്ന് ഈ സമയം തിരിച്ചറിയുവാൻ തയ്യാറാകുക. ഞാൻ വായിച്ച ആ കുറിവാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരാം. യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും ഞാൻ കൽപ്പിക്കും. വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് വായിച്ചു കേട്ടത്. അതിൻ്റെ 5-ാം വാക്യത്തിനകത്ത് കൊടുത്തിരിക്കുന്നൊരു വാക്യമുണ്ട്: ഭയപ്പെടേണ്ട. സ്തോത്രം. ഇത് പറഞ്ഞിട്ടാണ് ദൈവം ആ വാക്ക് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൽപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ഇടപെടുന്നത്. ഭയപ്പെടേണ്ട. നമുക്കറിയാം, വേദപുസ്തകത്തിലൊക്കെ ആവർത്തിച്ചു കാണുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. ഏകദേശം 365 പ്രാവശ്യം ഉണ്ട് എന്ന് പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. 665 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്കുണ്ടെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഓരോ ദിവസങ്ങളും നമ്മളോട് ദൈവം ഇടപെടുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. നമുക്കറിയാം, സങ്കീർത്തനത്തിനകത്ത് 56-ാം സങ്കീർത്തനമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. 56-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്: ഞാൻ ഭയപ്പെടുന്ന നാളിൽ അങ്ങിൽ ആശ്രയിക്കും. ഭയപ്പെടുന്ന നാളിൽ അങ്ങിൽ ആശ്രയിക്കും. നോക്കുക, ആശ്രയിപ്പാൻ നമുക്ക് ഒരു ഇടമുണ്ട്. ആലോചനക്കാരനായി ഒരു ഇടമുണ്ട്. നാം ഭയപ്പെടുമ്പോൾ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഭയം മാറ്റുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട്. ധൈര്യപ്പെടുത്തുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉറപ്പ് തരുന്ന ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ മീറ്റിങ്ങിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അസാധാരണമായ ഒരു ധൈര്യവും, അസാധാരണമായ ഒരു ഉറപ്പും, അസാധാരണമായ ഒരു ബലവും ദൈവം നിങ്ങൾക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വേഗത്തിൽ 1-2 കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഭയപ്പെടുന്ന 1-2 രീതികൾ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, 1 ശമൂവേൽ 17-ാം അധ്യായം 11-ാം വാക്യം, 1 ശമൂവേൽ 17-24, ഈ 2 വാക്യത്തിനകത്ത് 1 ശമൂവേൽ 17-11, 1 ശമൂവേൽ 17-24, ഈ അധ്യായങ്ങൾക്കകത്തൊക്കെ കാണാൻ കഴിയുന്ന, ഈ വാക്യങ്ങൾക്കകത്തൊക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവനെ കണ്ടു, ഫെലിസ്ത്യനെ കണ്ടു ഭയപ്പെട്ടു. അവൻ്റെ വാക്ക് കേട്ട് ഭയപ്പെട്ടു. ദൈവാത്മാവ് പറയുന്നു, ചില കാഴ്ചകൾ നമ്മെ ഭയപ്പെടുത്തും, ചില കേൾവികൾ നമ്മെ ഭയപ്പെടുത്തും. സ്തോത്രം. അവൻ്റെ വാക്കുകൾ എല്ലാവരും കേട്ടപ്പോൾ ഏറ്റവും ഭയപ്പെട്ടു. കണ്ടോ, 17-11 പറയുന്നു, അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. 17-24, 1 ശമൂവേൽ
17:24 പറയുന്നു, ആമേ, അത് കണ്ടപ്പോൾ ഭയപ്പെട്ടു. ചില കേൾവിയും ചില കാഴ്ചകളും ഒരു പക്ഷേ നമ്മെ ഭയപ്പെടുത്തുമ്പോൾ വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം, നീതിയുള്ള വലങ്കരങ്ങൾ കൊണ്ട് താങ്ങുമെന്ന് 49 പ്രാരംഭത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ സെക്ഷനിൽ വ്യത്യസ്തമായ സമയത്ത് നാം ഈ സൂഫ്ലൈറ്റ് റൂമിൽ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഉറപ്പായി ഞാൻ പറയട്ടെ, നമ്മെ താങ്ങുന്ന ഒരു കരം, താങ്ങുന്ന ഒരു കരം, നമ്മെ താങ്ങുന്ന ഒരു കരം, നമ്മെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കരം, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കരം, നമ്മുടെ ഭാരത്തെ ലഘൂകരിക്കുന്ന ഒരു കരം ഉണ്ട്. അത് നിങ്ങളുടെ മേൽ ഈ സമയം വെളിവായി വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിപ്പാനായി കഴിയും? നമുക്കറിയാം, ദൈവത്തിന്റെ കരത്തെപ്പറ്റി വ്യത്യസ്തമായ നിലകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വചനം. ഞാൻ ഓർപ്പിക്കട്ടെ, ആ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്നു എന്നൊരു വാക്ക് യെശയ്യാവിലുണ്ട്. ഞാൻ നിന്നെ ഉള്ളംകരങ്ങളിൽ വഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്ക് യെശയ്യാ പ്രവചനത്തിലുണ്ട്. 2 ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്കും യെശയ്യാവിലുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതെ ഇരിക്കുമോ? അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ നിന്നെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു. നോക്കുക, നമ്മുടെ കയ്യിൽ എത്ര വരയുണ്ട്! സ്തോത്രം! ഉള്ളങ്കിൽ എത്ര വരയുണ്ട്! എത്ര വർഷമായി ഉരസുന്നു, എത്ര നാളുകളായി നാം കൈ അടിക്കുന്നു. പക്ഷെ ഇതുവരെ ആ വരയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യം നന്നായി തിരിച്ചറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം! അവൻ നന്നായി തിരിച്ചറിഞ്ഞുകൊള്ളുക, ദൈവം നമ്മെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്നും ആരും അവയെ എന്ത് ചെയ്യത്തില്ല, പിടിച്ച് പറിക്കുകയില്ല. എൻ്റെ കയ്യിൽ നിന്നും ആരും അവയെ പിടിച്ച് പറിക്കുകയില്ല. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നാം ഉള്ളംകരങ്ങളിൽ നമ്മെ വഹിച്ചിരിക്കുന്നു, ഉള്ളംകരങ്ങളിൽ ദൈവം നമ്മെ വരച്ചിരിക്കുന്നു. നമുക്കറിയാം, വായിക്കേണ്ട ആവർത്തന പുസ്തകത്തിൽ കാണാൻ കഴിയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, കീഴെ ശാശ്വതമായ ഭുജം ഉണ്ട് എന്നൊരു വാക്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ആമേ, നമുക്കറിയാം, സുവിശേഷങ്ങളിലൊക്കെ യേശു കർത്താവ് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ള 3 വാക്കാണ് ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ധൈര്യപ്പെടുവി എന്ന വാക്ക് യേശു കർത്താവ് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് 14-ാം അധ്യായത്തിന്റെ 14-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്ന ഒരു വാക്ക് നമുക്ക് ശ്രദ്ധേയമാണ്. ആമേൻ. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നു, ധൈര്യപ്പെടുവി, ഞാൻ ആകുന്നു എന്ന് പറയുന്നു. ആമേൻ, സ്തോത്രം! ധൈര്യപ്പെടുവി, ഞാനാകുന്നു, പേടിക്കണ്ട. സ്തോത്രം! അപ്പൊ ദൈവാത്മാവ്, ദൈവം നമ്മളോട് എല്ലാ കാലത്തും നാം അധൈര്യപ്പെട്ടു പോകുന്ന, ഭയപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുടെ നടുവിൽ നമ്മളോട് ദൈവാത്മാവ് ഇടപെടുന്ന ഒരു ഇടപെടലുകൾ നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിയാണെന്ന് പറഞ്ഞാൽ എത്ര വലിയ സന്തോഷമുണ്ട്, എത്ര വലിയ സന്തോഷമാണ്. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രേരണയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ആത്മാവിൽ ഒരു പ്രവചന ദൂത് പോലെ കൈമാറുന്നു. നമ്മുടെ പ്രതിസന്ധി വേളകളിൽ, നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ, ആമേൻ, സ്തോത്രം, ഇറങ്ങി വന്ന് നമ്മളോട് ആവർത്തിച്ചുപയോഗിക്കുന്നൊരു വാക്കാണ് ഭയപ്പെടേണ്ട. ഷുഡലമന ഹംധരാജകന സൈതിവികൽക്കമന അടൽമന ജാന സൈതിവികൽക്കമന ജാനകസിയ. നമുക്കറിയാം, പലപ്പോഴും യേശു കർത്താവ് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു വാക്കുണ്ട്, കരയണ്ട. സ്ത്രീയെ, നീ കരയണ്ട. നോക്കുക, കരയണ്ട എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് കരയണ്ട എന്ന് പറയുമ്പോൾ സാധാരണ കോമണായി പറയുന്ന ഒരു വാക്കാണ്. സ്തോത്രം! എന്തുകൊണ്ട് കരയണ്ട?
സ്തോത്രം. അവർ വെറുതെ കരയണ്ട എന്നൊരു വാക്ക് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതിന്റെ പിൻപിൽ അവർക്ക് പ്രവർത്തിപ്പാൻ ഒന്നും കഴിയയില്ല. പക്ഷെ യേശു കർത്താവ് കരയണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ, ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ, വിശ്വസിക്കുക എന്നൊരു വാക്ക് പറഞ്ഞാൽ, പേടിക്കണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ, അധൈര്യപ്പെടണ്ട എന്നൊരു വാക്ക് പറഞ്ഞാൽ, അതിന്റെ പിൻപിൽ വിടുതൽ നിശ്ചയമാണ്. വിടുതൽ നിശ്ചയമാണ്. നമുക്കറിയാം, ഒരിക്കലും സ്ത്രീയോട് യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്. നമുക്ക് ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം 9 പട്ടണത്തിലെ വിധവയായ സ്ത്രീയോട് യേശു പറഞ്ഞ വാക്കുണ്ട്, ഭയപ്പെടേണ്ട, കരയണ്ട. നോക്കി എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ മേൽ സൊല്യൂഷനുണ്ട്. ആ വിഷയത്തിൻ്റെ മേൽ ഒരു അത്ഭുതമുണ്ട്. ആ വിഷയത്തിന് മേൽ ഒരു വിടുതലുണ്ട്. ജുഡലമന അറകസ്യാധന അംധരാജന വൈശംധകരാദിനി അർജുനി ജൂഡൽ കമാന വൈഡബൽ കമനയ. ഇന്ന് പകലിൽ, ഇന്ന് വ്യത്യസ്തമായ സമയത്ത്, ആമേൻ ആമേൻ, വ്യത്യസ്തമായ ഇടങ്ങളിലിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ ദൂതുണ്ട്. ഭയപ്പെടേണ്ട, പേടിക്കണ്ട, കരയണ്ട എന്ന് പറയുന്ന ഒരു വാക്ക് ആവർത്തിച്ചു പറയുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിനകത്ത് ദൂതന്മാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ കരയുന്നതെന്ത്? നീ കരയുന്നതെന്ത്? ആ ചോദ്യത്തിന് നടുവിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുന്നു. കാരണം ഒരു വാക്ക് മാത്രമാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയയില്ല, അവൾക്കൊന്നും ചെയ്യാൻ കഴിയയില്ല. എന്നാൽ യേശു കർത്താവ് വന്ന് ചോദിക്കുന്ന ചോദ്യം, സ്തോത്രം, കരയണ്ട, നീ കരയുന്നതെന്ത് എന്ന് ചോദിക്കുന്നതിന് പിൻപിൽ ജീവനോടെ ഒരു കർത്താവ്, ജീവനോട് അവൾ ആരെ ആഗ്രഹിച്ചുവോ, എന്തിനെ ആഗ്രഹിച്ചുവോ ആ വ്യക്തി മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, കരയണ്ട എന്ന് പറയുന്ന വിഷയത്തിന് മേൽ അത്ഭുതകരമായ, അസാധാരണമായ ഒരു പ്രവൃത്തി വെളിവായി വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ അതിനാമേൻ പറയാൻ തയ്യാറാണ്? എത്ര പേർ അതിനാമേൻ പറയാൻ തയ്യാറാണ്? ഉടൽ മനാഥരാജന ഉഷാമനക അന്തൽക്കമന ജാനകസി അത്തൽക്കമനയ. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്യം ദൈവാത്മാവിനെ വെളിപ്പാടായി കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 23, 24 വാക്യത്തിനകത്ത് താഴേക്ക് വരുമ്പോൾ, എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നു, എന്നെ വിടുക. ഒരു മനുഷ്യൻ പറയുന്നു, പേര് യാക്കോബ് പറയുന്നു, അങ്ങ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടുകയില്ല, ഉഷസ്തുതിക്കുന്നു. ദൈവാത്മാവ് ഒരു വെളിപ്പാട് എന്നോട് പറയുന്നു, അനുഗ്രഹത്തിന്റെ ഒരു ഉഷസ് ഉദിക്കാൻ പോകുന്നു. ആമേൻ പറയാൻ എത്ര പേർ തയ്യാറാണ്? ഇത് കൃത്യമായി ദൈവാത്മാവ് ഇടപെടുന്ന ചില വെളിപ്പാടുകളാണ്. ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 23, 24 താഴോട്ട് വായിക്കുമ്പോൾ, എന്നെ വിടുക, ഉഷസ്തുതിക്കുന്നുവല്ലോ. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും 32, 26 ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ആവർത്തിച്ച് പറയുന്ന വെളിപ്പാട് ഇങ്ങനെയാണ്. ഈ ദിവസങ്ങളിൽ സ്തോത്രം, ചില അനുഗ്രഹത്തിന്റെ ഉഷസ് ഉദിക്കാൻ പോകുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുടെ ഉഷസ് ഉദിക്കാൻ പോകുന്നു. സ്തോത്രം. ദൈവം തൊട്ടു എന്ന് പറയുന്ന, ദൈവം സ്പർശിച്ചു എന്ന് പറയുന്ന, ദൈവം ഇടപെട്ടു എന്ന് പറയുന്ന ഒരു ഉഷസ് ഉദിക്കാൻ പോകുന്നു. തീർന്നില്ല, ചില ദൈവിക അടയാളത്തിന്റെ ഉഷസ് ഉദിക്കാൻ പോകുന്നു. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? ഉടലമനരഗതന ശമനഘടക അന്തൽക്കമന ജാനകശസി അത്തൽക്കമനയ. വിടുതലിന്റെ, അനുഗ്രഹത്തിന്റെ, അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ ദൈവം നാളുകൾക്ക് മുൻപ് നമ്മളോട് ഇടപെട്ടിട്ടുള്ള ദൈവ ആലോചനയുടെ നിവൃത്തിയുടെ സ്തോത്രം ഒരു ഉഷസ്സായി ഈ പ്രാർത്ഥനയെ മാറുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? സ്തോത്രം. വായിച്ച കുറിവാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ വന്നെൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 43-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൈവം കൽപ്പിച്ചാൽ സംഭവിക്കുന്നത് എന്ത്? ദൈവം കൽപ്പിച്ചാൽ സംഭവിക്കുന്നത് എന്ത്? നമുക്കറിയാം, 100 കണക്കിന് ദൈവത്തിൻ്റെ കൽപ്പനാസ്തരം
നമുക്ക് കാണാൻ കഴിയും. ദൈവം കൽപ്പിച്ച, ദൈവം ഇടപെട്ടിട്ടുള്ള, ദൈവം സംസാരിച്ചിട്ടുള്ള നൂറുകണക്കിന് സംഭവങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. നമുക്കറിയാം, ഉണ്ടാകട്ടെ, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയും, ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു. അപ്പൊ കൽപ്പിച്ചാൽ ചിലത് സംഭവിക്കും. ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവം കൽപ്പിച്ചാൽ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചാൽ ചിലത് സംഭവിക്കും. ദൈവം കൽപ്പിച്ചാൽ ചിലത് സംഭവിക്കും. ഈ ആത്മീയ ആരാധനകൾക്കകത്ത്, ഈ പ്രത്യേകമായ ഈ മീറ്റിങ്ങുകൾക്കകത്ത് പ്രാരംഭത്തിൽ ദൈവം നിങ്ങളോട് സംസാരിപ്പാനുള്ളത് ഒന്ന്, ദൈവം നിങ്ങൾക്ക് വേണ്ടി കൽപ്പിച്ചാൽ സംഭവിക്കും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11 വാക്യത്തിനകത്ത് ഭൂമിയിൽ നിന്ന് അതതരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. കണ്ടോ, കൽപ്പിച്ചാൽ സംഭവിക്കും. ആ വാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഭൂമിയിൽ നിന്ന് അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. നാം എന്തെങ്കിലും കിളിർത്തു വരണമെങ്കിൽ, എന്തെങ്കിലും ഭൂമിയിൽ നിന്ന് പൊട്ടിക്കിളർക്കണമെങ്കിൽ, നാം എന്തെങ്കിലും സീഡുകൾ, എന്തെങ്കിലും വിത്തുകൾ നമ്മൾ കുഴിച്ചു വെച്ചേ പറ്റൂ. നമുക്കറിയാം, വിദേശ രാജ്യത്താണെങ്കിലും ഇവിടെയാണെങ്കിലും യാർഡിലൊക്കെ നമ്മൾ എന്തെങ്കിലും കുഴിച്ചു വെച്ചെങ്കിൽ മാത്രമേ, ഏതെങ്കിലും സീഡുകൾ കുഴിച്ചു വെച്ചെങ്കിൽ മാത്രമേ ചിലത് ഉണ്ടായി വരികയുള്ളൂ. എന്നാൽ ഇവിടെ ഭൂമിയിൽ നിന്ന് അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെന്ന് ദൈവം കൽപ്പിച്ചത് ഒന്നും കുഴിച്ചു വെച്ചിട്ടല്ല കേട്ടോ, ഒന്നും കുഴിച്ചു വെച്ചിട്ടല്ല. ഉടരമന രഗധന ജഗന സത്തൽക്കമനയ, ഒരു വിത്തും കുഴിച്ചു വെച്ചിട്ടല്ല ഉണ്ടായി വന്നത്. ദൈവത്തിൻ്റെ കൽപ്പന സ്വരത്തിനകത്ത്, ദൈവത്തിൻ്റെ കൽപ്പന ശബ്ദത്തിനകത്ത്, ദൈവത്തിൻ്റെ കൽപ്പന അധികാരത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. ചില കിളിർത്തു വരും. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? കിളിർത്തു വരും. സ്തോത്രം. ഓ ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിച്ചു, ന്യായമായ ഒരു ചോദ്യം. സ്തോത്രം. കിളിർത്തു വരുമ്പോൾ പ്രതികൂലത്തെ അതിജീവിച്ചത് കിളിർത്തു വരും. കിളിർത്തു വരുന്നതിന് മുമ്പിൽ പാറകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? കല്ലുകൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? സ്തോത്രം. ഒരു കാര്യം പറയാം, ദൈവം ഒരു കൽപ്പനാ സ്വരം പുറപ്പെടുവിച്ചാൽ, ഒരു വിത്ത് മുളച്ചു വരാൻ ദൈവം ആഗ്രഹിച്ചാൽ, ആ പ്രതികൂലത്തെ അതിജീവിച്ച് അതിനെ പൊട്ടിച്ചു മാറ്റി കിളിർത്തു വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ചില ദൈവ പ്രവൃത്തികൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കാത്തിരുന്നു കൊള്ളുവാൻ ജെസി ജോർജിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ചില പാറകൾ പിളർന്നു മാറുന്നത് പോലെ, ഉടലമന രഗധുനി ജൂഡൽ കമന, ചിലത് ഉടഞ്ഞു മാറുന്നത് പോലെ, ഉടഞ്ഞു മാറാത്ത, ഉരുണ്ടുമാറാത്ത ആമേൻ ചില പ്രതിസന്ധികളെ ഞാൻ ഉടച്ചു മാറ്റും, ഉരുട്ടി മാറ്റുമെന്ന് ഇടപെടുന്നു. ഉലകതനകസി അന്തരാജകന വൈഡിവികൾ കവനയ, അതിനുവേണ്ടി കാതോർത്തുകൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ദൈവം നമുക്ക് വേണ്ടി കൽപ്പിക്കും. നമുക്കറിയാം, ഇയ്യോബിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ട്, ഇത്രത്തോളം വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലയുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. 38:11 ഇയ്യോബ് 38:11. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലയുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. കണ്ടോ, 38:11. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലയുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ആമേൻ. സ്തോത്രം. അനേക കപ്പലുകളെ, അനേക പടകുകളെ, അനേകരെ തച്ചുടച്ച
ആമേ പാഞ്ഞു വരുന്ന ഹുങ്കാര ശബ്ദത്തോടുകൂടി വരുന്ന ചില തിരമാലകൾ ഞാൻ സ്തോത്രം ഈ നമ്മള് ഈ തിരമാലയുടെയും ശബ്ദമൊക്കെ സ്തോത്രം ആമേൻ നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ കടൽ തീരത്തൊക്കെ ചെന്നിട്ടുള്ള കൂറ്റൻ കല്ലുകൾ അത് അവസാനം ഉരുണ്ട് കിടക്കുന്നത് ഞാനത് കണ്ടിട്ടുണ്ട്. വെള്ളത്തിന്റെ തെരികളുടെ ശക്തി അടിച്ചും കല്ലുകൾ തമ്മിൽ ഉരഞ്ഞും പടുകൂറ്റൻ പാറക്കല്ലുകളൊക്കെ ഉരുണ്ടൊരു ഗ്ലോബ് പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന്റെ പവർ എത്ര ഭയങ്കരമാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇത്രത്തോളം ഈ വാക്യം എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. ഇത്രത്തോളം വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലയുടെ ഗർവം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാളുകളായി വർഷങ്ങളായി പിന്തുടരുന്ന ചില ശക്തികളെ ദൈവം നിലയ്ക്ക് നിർത്തി. ജഗസി അത്യൽക്കമനയ ദൈവം നിലയ്ക്ക് നിർത്തി ഉടമൽക്കൽ ഇത്രത്തോളം വരാം, ഇത് കടക്കരുത് എന്ന് പറഞ്ഞ് ദൈവം ചിലതിന് അതിരിടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾക്ക് ദൈവം അതിരിടും, ചില പ്രതികൂലത്തിന് ദൈവം അതിരിടും, ചില പ്രയാസങ്ങൾക്ക് ദൈവം അതിരിടും, ചില കെടുതികൾക്ക് അതിരിടും. ഒന്നും മാറാതെ നാളുകളായി പിന്തുടരുന്ന ചിലതിന് ദൈവം അതിരിടുമെന്ന് പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങളോട് ആലോചന പറയുന്നു. വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും ഞാൻ കൽപ്പിക്കും. നോക്കിക്കേ, ആരാണ് ദൈവം? ആമേ, ഐ ആം ദാറ്റ് ഐ ആം. സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവ അധികാരിയായ ദൈവം കൽപ്പിക്കും. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ബഹുമാനി പ്രിയപ്പെട്ടവരെ, എനിക്ക് വേണ്ടി ദൈവം ഇടപെടും. ആമേൻ. എനിക്ക് വേണ്ടി ദൈവം സംസാരിക്കും, എനിക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും എന്ന് എത്ര പേര് പറയാൻ തയ്യാറാണ്? ദൈവം സംസാരിക്കുന്നതും ദൈവം ഇടപെടുന്നതും വ്യത്യസ്തമായ നിലകളിലാണ്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ബൈബിളിനകത്തുനിന്ന് തന്നെ യേശു കർത്താവിനെ ഇങ്ങനെ ചോദ്യം ചെയ്തും യേശു കർത്താവിനെ ഇങ്ങനെ വിധിച്ചും കൊണ്ട് പീലാത്തോസ് ഇരിക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ആ സ്വപ്നത്തിൽ ഒരു കഷ്ടം വരുത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ? സ്തോത്രം. ഉടനെ അവൾ കത്ത് കൊടുത്തു വിട്ടു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ഫലിക്കയില്ല കേട്ടോ. ഉടലമന തെറ്റിയാത്ത നീ, കുറ്റമില്ലാത്ത നീ, നിരപരാധിയായ നീ, ഉടലമന രഗതനകസി അംധൽക്കമനക, നിനക്ക് വിരോധമായി തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ ആമേൻ, യേശുവിന്റെ നാമത്തിൽ ദൈവം ഇടപെടേണ്ട ഇടങ്ങളിൽ ഇടപെടുമെന്ന് ആമേ പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? നമുക്കറിയാം, ആമേ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഇതിനു മുമ്പിൽ നമസ്കരിക്കയില്ല എന്ന് ചന്ദ്രക്കമേശക്ക് അബേദ്നെഗോവ് തീരുമാനമെടുത്തപ്പോൾ അവർ പറഞ്ഞില്ല തീയെ കെടുത്തണമേ, അവര് പറഞ്ഞില്ല തീയുടെ ബലത്തെ കെടുത്തണമേ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന കേട്ടോ. നാം ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുമ്പോൾ നാം പോലും അറിയാതെ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി കൽപ്പിക്കുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് ഈ സമയം അവിടെ ആമേൻ പറയാൻ കഴിയും? ആമേൻ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ കരം ഉയർത്തിയൊന്ന് ആമേൻ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ജയം. ഉരഗജനക സന്തുനാജന വൈഡബൽക്കമാന വൈഡികൽക്കമന ശമനഘടക. ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു വെക്കുന്നത് ഞാൻ കൽപ്പിക്കുക എന്നൊരു വാക്കാണ് സന്ദേശത്തിന് ആധാരം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രത്തോളം വരാം, ഇത് കടക്കരുത്. ഇവിടെ നിന്റെ തിരമാലയുടെ ഗർവം ആമൻ നിലയ്ക്കും. ആമ ഈ ദിവസത്തിൽ ഉങ്കാര ശബ്ദത്തോടെ കയറി വരുന്ന ചില അന്ധകാര ശക്തികളെ, ചില വെല്ലുവിളികളെ സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം നിലയ്ക്ക് നിർത്തുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ദൈവമേ സ്തോത്രം, അതെന്നോടാണ്, അതെനിക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ്. ഉടലമന രഗതുന ജാന സത്തൽക്കമനയ
സ്വത്തൽക്കനയ്യ ഒരു ഒന്ന് മൂന്ന് മിനിറ്റിനുള്ളിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. നമുക്കറിയാം, ലൂക്കോസ് വിശേഷം 7-ാം അധ്യായത്തിനകത്ത് ഒരു ശതാധിപന്റെ ഭൃത്യൻ സൗഖ്യമില്ലാതെ കിടക്കുന്നൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസ് വിശേഷം 7-ാം അധ്യായത്തിനകത്ത് ആ സൗഖ്യമില്ലാതെ കിടക്കുന്ന ഭൃത്യനു വേണ്ടി ശ്രദ്ധിച്ചു വായിച്ചാൽ ലൂക്കോസ് വിശേഷത്തിൽ അറിയാം, ശതാധിപൻ ഒരിക്കലും യേശുവിൻ്റെ അടുക്കൽ അവിടെ പോയിട്ടില്ല. സ്തോത്രം. ആദ്യം യഹൂദന്മാരെ പറഞ്ഞയക്കുന്നു, 2 തൻ്റെ സ്നേഹിതന്മാരെ പറഞ്ഞയക്കുന്നു. ആദ്യം പറഞ്ഞയക്കുന്ന യഹൂദന്മാർ പറയുന്നു, അങ്ങ് അത് ചെയ്തു കൊടുക്കാൻ അവന് യോഗ്യനാണ്, കാരണം ഞങ്ങൾക്കും ഒരു പള്ളി കൽപ്പിച്ച് തീർത്ത് തന്നിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. യേശു അവന്റെ വീടിനോടടുക്കുമ്പോൾ സ്നേഹിതന്മാരെ പറഞ്ഞു വിട്ടിട്ട് ശതാധിപൻ പറയുന്നു, അങ്ങന്റെ വീട്ടിൽ വരാൻ ഞാൻ പോരാത്തവൻ. സ്തോത്രം, സ്തോത്രം. മത്തായിയിൽ പറയുന്നൊരു ഭാഗമുണ്ട്, എൻ്റെ കീഴിൽ അധികാരികളുണ്ട്. പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. സ്തോത്രം. ലൂക്കോസിൽ പറയുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ കീഴിൽ അധികാരികളുണ്ട് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ഞാൻ അധികാരമുള്ളവനാണ്. ഞാൻ പറയുന്നത് പോലെ എൻ്റെ കീഴിലുള്ളവർ കേൾക്കുമെങ്കിൽ സകലത്തെയും കാൽ കീഴാക്കാൻ കഴിയുന്ന, സകലത്തെയും നിയന്ത്രിക്കാൻ കഴിയുന്ന അങ്ങയുടെ ഒരു വാക്കിന് എത്രമാത്രം അധികാരമുണ്ട്. സ്തോത്രം. ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഭൃത്യൻ അനുഭവിക്കുന്ന ഈ രോഗം, മത്തായിൽ പക്ഷപാതം എന്നാണ് പറയുന്നത്. മത്തായിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് പക്ഷപാതം പിടിച്ച ഒരുവനാണ് മത്തായിൽ കൊടുത്തിരിക്കുന്നത്. താൻ പറയുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ എൻ്റെ കീഴുള്ളവർ അംഗീകരിക്കുമെങ്കിൽ, അനുസരിക്കുമെങ്കിൽ, അങ്ങ് പറഞ്ഞാൽ ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. വീട്ടിൽ വരണ്ട, ഭൃത്യൻ സൗഖ്യമായി. ഹല്ലേലൂയ, സ്തോത്രം. വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കണമെന്ന് കൽപ്പിക്കും. സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നെല്ലാം ദൈവത്തിന് ഇടപെടൽ നിമിത്തം ഇസ്രായേൽ ജനം ഒരു സ്ഥലത്തേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കൽപ്പിച്ചാൽ അതുപോലെ തന്നെ സംഭവിക്കും. ഒറ്റ വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വിഷയം ഓർത്തെ ആ വിഷയത്തിന്മേൽ ഒന്ന് കൽപ്പിക്കണം. ഹല്ലേലൂയ. കാറ്റ് അടങ്ങ്, കടലിൽ ശാന്തമാകുന്നു പറഞ്ഞതുപോലെ ദൈവം ഇടപെടും. ആമേൻ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗനല്ല പിതാവേ, ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ജനത്തിന് വേണ്ടി ഇടപെടും. ദൈവം ജനത്തിന് വേണ്ടി സംസാരിക്കും. ദൈവം ജനത്തിന് വേണ്ടി എഴുന്നേൽക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തിക്കാവ് പ്രയർ മിനിസ്ട്രിയെ ലൈൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദാസനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ മീറ്റിംഗിൽ ജോസിനായി പ്രാർത്ഥിക്കുന്നു. കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. കരങ്ങളിലേക്ക് കൽപ്പിക്കുന്നു. മറ്റു കർത്താസ്മാർക്കായും സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ലഭ്യമായ അവസരത്തിന് നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന. വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുത് എന്നും ദൈവം കൽപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് ചില സാഹചര്യങ്ങളിൽ നമ്മൾ വളരെയധികം വിഷമിച്ച് എന്ത് ചെയ്യും എന്ന് ഭഗ്നാശയചിത്തരായിട്ട് ആകുലചിത്തരായിട്ടൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ കൽപ്പനയാണ്, കർത്താവ് കൽപ്പിക്കുകയാണ്. നമ്മൾ കേട്ടല്ലോ, കർത്താവ് പറഞ്ഞത് തൻ്റെ പരസ്യ ശുശ്രൂഷയിലും ഇന്നും നമ്മളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, കരയേണ്ട. നമ്മൾ കരയുന്ന സമയത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ച് കരയുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ മറ്റുള്ളവർ പറയും കരയണ്ട കരയണ്ട എന്ന് പറയും. അവർക്ക് അത് പറയാനേ കഴിയത്തുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ആ നയിനിലെ വിധവയായ സ്ത്രീയോട് കരയണ്ട എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറിയോടും മാർത്തയോടും കരയണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തി, ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്യാനായിട്ട് പോയാണ്. നിങ്ങൾ ധൈര്യപ്പെടുക എന്ന് കർത്താവ് പറയുമ്പോൾ ആ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ തന്നെ മാറ്റിക്കളയാനായിട്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട്
ഇന്ന് ഭയപ്പെടുത്തുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുന്നെങ്കിൽ, നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലായിരിക്കുന്നെങ്കിൽ, അധൈര്യപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലായിരിക്കുന്നെങ്കിൽ, അന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് നമ്മോട് പറയാണ്, നീ അധൈര്യപ്പെടണ്ട, നീ ധൈര്യപ്പെടൂ, നീ ഭയപ്പെടേണ്ട, നീ കരയണ്ട എന്നൊക്കെ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ ദൈവത്തിൻ്റെ അത്ഭുതം കാണും എന്നാണ് കർത്താവ് അനേകം പേരോട് പറഞ്ഞത്. ഇന്നും നമ്മളോട് പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസന് വളരെ ശക്തമായി തിരുവാനും നമ്മോട് സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് കർത്താവ് തൻ്റെ ദാസനെ തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രേരണയുടെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ആൻഡമാൻസിൽ നിന്ന് കുര്യൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാകുന്നതാണ്.